ജീവൻ മുക്തി വിവേകം മനോനാശപ്രകരണം ഓഡിയോ ബുക്ക് തുടരുന്നു. സംപ്രജ്ഞാതവും അസംപ്രജ്ഞാതവും. ചിലർക്ക് യോഗം അസാധ്യം, മറ്റു ചിലർക്ക് ജ്ഞാനം അസാധ്യം എന്നാണല്ലോ പറഞ്ഞത്. പക്ഷേ വസ്തുവിവേക രൂപത്തിലുള്ള ജ്ഞാനം യോഗത്തിൽ പര്യവസാനിക്കും എന്നല്ലേ സിദ്ധാന്തം? വിവേകവേളയിൽ ക്ഷണനേരത്തേക്ക് കൂടെ ഏകാഗ്രചിത്തം ആത്മാവിനെ മാത്രം ദർശിക്കാൻ സമർത്ഥമായി തീരുമ്പോൾ അതിനെ ക്ഷണിക സംപ്രജ്ഞാത യോഗമായി കണക്കാക്കുകയും ചെയ്യുമല്ലോ. കാര്യം ശരിയാണ്. എന്നാലും സംപ്രജ്ഞാത യോഗത്തിനും അസംപ്രജ്ഞാത യോഗത്തിനും സ്വരൂപത്തിലും ഉപായത്തിലും വലിയ അന്തരമുണ്ട്. സംപ്രജ്ഞാത യോഗത്തിൽ ചിത്തവൃത്തികൾ ബാക്കി നിൽക്കുന്നു. അസംപ്രജ്ഞാത യോഗത്തിൽ ചിത്തവൃത്തികൾ പാടെ നിലയ്ക്കുന്നു. ഇങ്ങനെ രണ്ടിൻ്റെയും സ്വരൂപഭേദം സ്പഷ്ടമാണ്. സംപ്രജ്ഞാത യോഗത്തിൻ്റെ ഉപായങ്ങളാണ് ധാരണ, ധ്യാന, സമാധികൾ മൂന്നും. ഏറെക്കുറെ ഇവ മൂന്നും സംപ്രജ്ഞാത ഭേദങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് പതഞ്ജലി ഇവയെ സംപ്രജ്ഞാത യോഗത്തിലെ അന്തരംഗങ്ങളായി കണക്കാക്കിയിരിക്കുന്നത്. ധാരണ, ധ്യാന, സമാധികൾ എന്ന ഉപായങ്ങൾ മൂന്നും അകലുന്നതാണ് പൂർണ്ണമായും ചിത്തവൃത്തിരഹിതമായ അസംപ്രജ്ഞാത യോഗം. അതുകൊണ്ട് ധാരണ, ധ്യാന, സമാധികൾ അസംപ്രജ്ഞാത യോഗത്തിൽ ബഹിരംഗങ്ങളാണ്. തദപി ബഹിരംഗം നിർബീജസ്യ. അത് മൂന്നും നിർബീജ സമാധിയിൽ ബഹിരംഗമാണ് എന്നിങ്ങനെ പതഞ്ജലി ഇക്കാര്യവും വെളിപ്പെടുത്തിയിട്ടുണ്ട്. ബഹിരംഗമെന്ന് പറഞ്ഞാൽ പുറമേ നിന്നുകൊണ്ട് അസംപ്രജ്ഞാത സമാധിക്ക് ഉപകരിക്കുന്നവയാണെന്നത്രേ അർത്ഥം. വൃത്തിസഹിതത്വവും വൃത്തിരഹിതത്വവും നിമിത്തം വിജാതീയങ്ങളാണെങ്കിലും പലതരത്തിലുള്ള അനാത്മവൃത്തികളെ തടയാൻ ധാരണ, ധ്യാന, സമാധികൾ പ്രയോജനപ്പെടും എന്നുള്ളതുകൊണ്ടാണ് പുറമേ നിന്നുള്ള അവ സംപ്രജ്ഞാത യോഗത്തെ സഹായിക്കുന്നു എന്ന് കൽപ്പിച്ചിരിക്കുന്നത്. ഒരിക്കൽ കൂടി വായിക്കാം. വൃത്തിസഹിതത്വവും വൃത്തിരഹിതത്വവും നിമിത്തം വിജാതീയങ്ങളാണെങ്കിലും പലതരത്തിലുള്ള അനാത്മവൃത്തികളെ തടയാൻ ധാരണ, ധ്യാന, സമാധികൾ പ്രയോജനപ്പെടും എന്നുള്ളതുകൊണ്ടാണ് പുറമേ നിന്നുകൊണ്ട് അവ സംപ്രജ്ഞാതയോഗത്തെ സഹായിക്കുന്നു എന്ന് കൽപ്പിച്ചിരിക്കുന്നത്. അസംപ്രജ്ഞാത യോഗത്തെ നിർവചിച്ചിട്ട് ഇത് രണ്ട് തരത്തിൽ സംഭവിക്കാമെന്ന് പതഞ്ജലി വിവരിക്കുന്നു. ദേവന്മാരിൽപ്പെട്ട ചിലർക്ക് ജന്മനാ തന്നെ ഈ യോഗം സ്വായത്തമാകുന്നു. മനുഷ്യർക്കാകട്ടെ ശ്രദ്ധ, വീര്യം, സ്മൃതി, സമാധിപ്രജ്ഞ ഇവയെ പിന്തുടർന്നാണ് അസംപ്രജ്ഞാത യോഗം സിദ്ധിക്കുന്നത്. ധാരണാധ്യാന സമാധികൾ ശ്രദ്ധാദിയെ വികസിപ്പിക്കാൻ സഹായകമായി ഭവിക്കുന്നു. ഈ യോഗം തന്നെയാണ് എനിക്ക് പരമപുരുഷാർത്ഥം നേടാനുള്ള ഉപായം എന്ന വിശ്വാസമാണ് ശ്രദ്ധ. ഉപായത്തിൻ്റെ മേന്മയെക്കുറിച്ച് ആവർത്തിച്ചു കേൾക്കാനിട വരുമ്പോഴാണ് ശ്രദ്ധ വികസിക്കുന്നത്. ഒരു യോഗത്തിൻ്റെ മേന്മയെക്കുറിച്ച് ഗീതയിൽ പ്രഖ്യാപിക്കുന്നത് നോക്കുക. തപസ്വിഭ്യോധികോ യോഗി ജ്ഞാനിഭ്യോപി മതോധികഃ കർമ്മിഭ്യശ്ചാധികോ യോഗി തസ്മാത് യോഗി ഭവാർജുന. തപസ്വിയേക്കാളും മേന്മയുള്ളവനാണ് യോഗി. അതുപോലെ ജ്ഞാനിയേക്കാളും കർമ്മയോഗിയേക്കാളും യോഗിക്ക് മേന്മ കൂടും. അതുകൊണ്ട് അർജുന, നീ യോഗിയായി ഭവിക്കൂ. ഉത്തമ ലോകങ്ങൾ നേടിത്തരാൻ ഉപകരിക്കുന്ന കൃച്ഛ്രചാന്ദ്രായണാദി തപസ്സിനേക്കാളും ജ്യോതിഷ്ഠോമാദി കർമ്മങ്ങളെക്കാളും യോഗം ശ്രേഷ്ഠമാണ്. ജ്ഞാനം നേടിത്തരുന്ന അന്തരംഗോപായമായതുകൊണ്ടും പൂർണ്ണമായ ചിത്തവിശ്രാന്തിക്ക് കാരണമായി വർത്തിക്കുന്നത് കൊണ്ടും യോഗം
ജ്ഞാനത്തെയും കടന്നു നിൽക്കുന്നു. ഈ യോഗരഹസ്യം ധരിക്കുന്നയാൾ യോഗത്തിൽ ശ്രദ്ധാലുവായി ഭവിക്കുന്നു. ശ്രദ്ധ ബലവത്തരയാകുന്നതോടെ വീര്യം സംജാതമാകുന്നു. എങ്ങനെയും ഞാൻ യോഗം അഭ്യസിച്ച് വശത്താക്കും എന്നുള്ള നിശ്ചയത്തെ തുടർന്നുണ്ടാകുന്ന ഉത്സാഹമാണ് വീര്യം. ഉത്സാഹത്തിൻ്റെ ഫലമായി അപ്പോഴപ്പോൾ അനുഷ്ഠിക്കേണ്ട യോഗാംഗങ്ങളുടെ സ്മൃതി വിട്ടുപോകാതെ തുടരുന്നു. തുടർന്ന് സ്മൃതിപൂർവകമായ യോഗാംഗ അനുഷ്ഠാന ഫലമായുണ്ടാകുന്ന ചിത്തത്തിൻ്റെ ഏകാഗ്രതയാണ് സമാധി. സമാധി കരഗതമാകുന്നതോടെ ചിത്തം പ്രസന്നമായിത്തീരുന്നു. പ്രസന്നമായ ചിത്തം വസ്തുബോധമുളവാക്കുന്ന പ്രജ്ഞ കൊണ്ട് നിറയും. ഇക്കാര്യമാണ് ഋതംഭര തത്ര പ്രജ്ഞ എന്ന സൂത്രം കൊണ്ട് പതഞ്ജലി വെളിപ്പെടുത്തുന്നത്. ദേവാദിഭിന്നരായ മനുഷ്യർക്ക് ഈ പ്രജ്ഞയുടെ ഉദയത്തോടുകൂടി അനന്തരഫലമായി ആവിർഭവിക്കുന്നതാണ് സംപ്രജ്ഞാത സമാധി. ഇവിടെ പ്രജ്ഞ വസ്തുബോധം കൊണ്ട് നിറഞ്ഞതാണ്. പതഞ്ജലി ഇക്കാര്യം വീണ്ടും വിവരിക്കുന്നത് നോക്കുക. ശ്രുതാനുമാന പ്രജ്ഞാഭ്യാമന്യവിഷയ വിശേഷാർത്ഥത്വാത്. വിശേഷവസ്തുഗ്രഹണ സമർത്ഥമായ സമാധിപ്രജ്ഞ ശ്രുതി കൊണ്ടും അനുമാനം കൊണ്ടും സംജാതമാകുന്ന പ്രജ്ഞയിൽ നിന്നും ഭിന്നമാണ്. സൂക്ഷ്മപദാർത്ഥങ്ങളിലും ഇടയ്ക്ക് മറ്റുള്ളവയിലും അതിദൂരെ വർത്തിക്കുന്നവയിലും യോഗികളല്ലാത്തവർക്ക് പ്രത്യക്ഷജ്ഞാനം സംഭവിക്കുന്നില്ല. ആപ്തന്മാർ പറഞ്ഞു കേട്ടും ഊഹിച്ചും ലൗകികന്മാർ അത്തരം കാര്യങ്ങൾ അറിയുന്നു. ഇവിടെ സാമാന്യ ലൗകിക പദാർത്ഥങ്ങളെക്കുറിച്ച് മാത്രമേ ശാസ്ത്രം കൊണ്ടും അനുമാനം കൊണ്ടും അറിവുണ്ടാകാൻ പറ്റൂ. യോഗികൾ സമാധിയിൽ പ്രത്യക്ഷമായി അനുഭവിക്കുന്ന വസ്തുവാകട്ടെ മേൽ പറഞ്ഞവയിൽ നിന്നൊക്കെ വിശേഷ തരത്തിലുള്ളതാണ്. അത് ഇടതിങ്ങിയ സത്യാനുഭൂതിയാണ്. ധാരണാധ്യാന സമാധി രൂപത്തിലുള്ള സംപ്രജ്ഞാത അന്തരംഗങ്ങളിൽ ഉണ്ടാകുന്ന ഈ യോഗി പ്രത്യക്ഷം ബഹിരംഗങ്ങളായി നിന്നുകൊണ്ട് അസംപ്രജ്ഞാതത്തെ സഹായിക്കുന്നു. ഇക്കാര്യമാണ് പതഞ്ജലി തജ്ജസ് സംസ്കാരോന്യസംസ്കാര പ്രതിബന്ധി. യോഗി പ്രത്യക്ഷം കൊണ്ടുണ്ടാകുന്ന സംസ്കാരം മറ്റെല്ലാ സംസ്കാരങ്ങൾക്കും പ്രതിബന്ധമാണ് എന്ന സൂത്രം കൊണ്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്രകാരം ധാരണാധ്യാന സമാധികൾ അസംപ്രജ്ഞാത സമാധിക്ക് ബഹിരംഗങ്ങളാണെന്ന് വിവരിച്ച ശേഷം അവയെ നിരോധിക്കാനുള്ള യത്നമാണ് അതിനുള്ള അന്തരംഗോപായമെന്ന് വെളിപ്പെടുത്തുന്നു. അടുത്ത സൂത്രം കൊണ്ട് തസ്യാപി നിരോധേ സർവനിരോധാനിർബീജ സമാധി. ബഹിരംഗോപായത്തെയും നിരോധിക്കുന്നതോടെ നിർബീജ സമാധി വന്നു ചേരുന്നു. ഇതാണ് സൂത്രം. ഉറക്കത്തിന് തുല്യമാണ് ഈ സമാധി. ഉറക്കമെന്ന പോലെ ഈ സമാധിയും അനുഭവിക്കുന്നത് സാക്ഷി ചൈതന്യം തന്നെയാണ്. സുഷുപ്തിയും അസംപ്രജ്ഞാത യോഗവും. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.